ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായുണ്ട്. ശ്രീജിത്ത്, ഇതിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ പ്രഖ്യാപിച്ചത്, ഒപ്പം തന്നെ KPCC പുനഃസംഘടന, ഈ വിഷയങ്ങളിലൊക്കെയുള്ള അതൃപ്തി, അതിൽ KC വേണുഗോപാലിന്റെ പങ്കെന്ത്, അതെന്തുകൊണ്ടാണ് അദ്ദേഹം ഇടപെട്ടിരിക്കുന്നത് എന്നൊക്കെ ചോദ്യങ്ങൾ സജീവമായി നിൽക്കെയല്ലേ ഈ റെഡ് അലേർട്ട് എന്നൊക്കെയുള്ള VD സതീശന്റെ പ്രതികരണവും ശ്രദ്ധേയമാകുന്നത്? ഒപ്പം തന്നെ PM ശ്രീയിലെ ഭിന്നത, അതിനെയും കാണേണ്ടത് എങ്ങനെയാണ്? KPCC അധ്യക്ഷനും KC വേണുഗോപാലും ഒക്കെ പറയുന്ന നിലപാടല്ലല്ലോ അദ്ദേഹം വ്യക്തമാക്കിയത്. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് വർഷത്തിൽ കേരളത്തിലെ UDF-നെ കോൺഗ്രസിനെ ആര് നയിക്കുമെന്നത് സംബന്ധിച്ച് നേരത്തെ തന്നെ കോൺഗ്രസിനകത്ത് ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനാണോ, രമേശ് ചെന്നിത്തലയാണോ, അല്ലെങ്കിൽ ഹൈക്കമാൻഡ് പ്രതിനിധിയായി KC വേണുഗോപാൽ എത്തുമോ തുടങ്ങിയ തരത്തിലുള്ള ചർച്ചകളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ചർച്ചകൾക്കിടയിലാണ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഒരു വിവാദമായി കോൺഗ്രസിനകത്ത് മാറുന്നത്. ഇതിനിടയിലാണ് KC വേണുഗോപാൽ സംസ്ഥാനത്ത് സജീവമാകുന്നു എന്നതിനെപ്പറ്റി ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആക്ഷേപങ്ങൾക്കും അറുതി വരുത്തുന്ന, അല്ലെങ്കിൽ അത് അടിസ്ഥാനരഹിതമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന പ്രതികരണമാണ് KC വേണുഗോപാലിൽ നിന്ന് കോഴിക്കോട് ഉണ്ടായത്. അതായത് താൻ ആലപ്പുഴയിൽ നിന്നുള്ള ജനങ്ങൾ തിരഞ്ഞെടുത്ത MP ആണ്. അപ്പോൾ ആലപ്പുഴയിൽ നിന്നുള്ള ഒരാൾ എങ്ങനെ കേരളത്തിൽ സജീവമല്ല ആകുന്നതിനെ എങ്ങനെയാണ് ചോദ്യം ചെയ്യുക എന്നതാണ് KC വേണുഗോപാൽ ഉന്നയിക്കുന്ന മറുചോദ്യം. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആക്ഷേപങ്ങൾക്ക് അദ്ദേഹം അർദ്ധസംഖ്യക്കിടയില്ലാത്ത വിധം മറുപടി നൽകുന്നു. ഏതെങ്കിലും പദവി മുന്നിൽ കണ്ടല്ല താൻ പ്രവർത്തിക്കുന്നത്, മറിച്ച് കേരളത്തിൽ CPM സർക്കാരിനെ താഴെയിറക്കാൻ ലക്ഷ്യം വെച്ചാണ് ആ പ്രവർത്തനത്തിൽ താൻ മുൻനിരയിലുണ്ടാകും, സജീവമായി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എന്നാൽ ഇതേ ക്ലാരിറ്റി, KC വേണുഗോപാലിൻ്റെ മറുപടിയിലെ ക്ലാരിറ്റി പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ മറുപടിയിൽ ഉണ്ടായില്ല. അദ്ദേഹം ചില അർത്ഥഗർഭമായ ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് എന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് സജീവമായി നടക്കുന്നത്. ഇന്ന് റെഡ് അലർട്ടാണ്, മഴ പെയ്യുമോ എന്നാണ് നോക്കേണ്ടത് എന്നായിരുന്നു പാലക്കാട് VD സതീശ് നൽകിയ മറുപടി. അപ്പോൾ ഏതെങ്കിലും പദവി കണ്ടല്ല താൻ ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന KC വേണുഗോപാലിൻ്റെ മറുപടിക്ക്, അല്ലെങ്കിൽ അദ്ദേഹം സജീവമാകുന്നു എന്ന കാര്യത്തിന് അതേ രീതിയിൽ ഒരു ക്ലാരിറ്റിയുള്ള മറുപടി VD സതീശൻ നൽകാതിരുന്നത് പാർട്ടിക്ക് ഭിന്നതയുടെ സൂചനയായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഇപ്പോൾ കടന്നു വരുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ എതിരാളികൾക്ക് ആഘോഷിക്കാൻ ഒരവസരം കൂടി കോൺഗ്രസ് നേതാക്കൾ നൽകുന്നുവെന്ന് വേണം ഇതിലൂടെ കരുതാൻ. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഭിന്ന നിലപാടാണ് VD സതീശൻ സ്വീകരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.